ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ കുറിച്ച് രക്ഷിതാക്കൾക്ക് എപ്പോഴും പരാതിയാണുള്ളത്. അവര് വാശി പിടിക്കുകയാണ്. എപ്പോഴും ഏത് വിഷയത്തിനും വാശി പിടിക്കുന്നു. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു വിഷയത്തിലും ചെയ്യൂല. എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന ഒരു രീതി, ഹാപ്പിനെസ് ഇല്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇങ്ങനെയാണ് രക്ഷിതാക്കളുടെ പരാതികൾ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ആ ഒരു പക്വത, ആ ഒരു രീതിയിലേക്ക് നമ്മൾ അവരെ വളർത്തിയെടുക്കണം. നമ്മൾ രക്ഷിതാക്കൾ പറയുന്നത് ഇങ്ങനെ അനുസരിച്ച് ജീവിക്കുന്നതിനപ്പുറം അവർക്ക് ജീവിതത്തിൽ സ്വയം തീരുമാനമെടുക്കാനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് അവരെ വളർത്തിയെടുക്കണം. രണ്ടാമത്തത്, തോൽക്കാനും അവരെ പഠിക്കണം. പരീക്ഷകളിലും എല്ലാത്തിനും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇങ്ങനെ വിജയം മാത്രം അനുഭവിച്ച ഒരാള് പെട്ടെന്നൊരു പരാജയം വരുമ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ, അതിനെ തരണം ചെയ്യാൻ ചിലപ്പോൾ സാധിക്കണം എന്നില്ല. അപ്പൊ പരാജയത്തിലൂടെ അതും അവരറിയണം. ചെറിയ പ്രായത്തിൽ തന്നെ മത്സരങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കണം. ഞാനതിലേക്കൊന്നുമില്ല എന്ന് മാറി നിൽക്കാൻ കുട്ടികൾ അനുവദിക്കരുത്. മത്സരത്തിൽ പങ്കെടുക്കണം. അതിന് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രൈസ് കിട്ടിയോ എന്നല്ല, അതിലൂടെ അവരെ പലതും പഠിക്കാനുണ്ട്. ഒരു മത്സരത്തിൽ ഇനത്തിൽ പങ്കെടുത്തു പരാജയപ്പെട്ടാൽ അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് പ്രൈസ് കിട്ടാതെന്നത്, അല്ലെ പരാജയപ്പെട്ടത്? അതിനെക്കുറിച്ച് പഠിച്ച് അടുത്ത തവണയിലേക്ക് അവൻ ഒരുങ്ങണം. മറ്റൊരു പോയിന്റാണ് മണി മാനേജ്മെന്റ്. സമ്പത്തിനെ, അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ് മക്കളിൽ നമ്മൾ വളർത്തണം. നമ്മുടെ വീട്ടിൽ എത്ര വരുമാനമുണ്ട് എന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു അവബോധം വേണം. അതുപോലെ തന്നെ ഓരോ വസ്തുവിൻ്റെയും വില എന്താണ്, നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യേന വാങ്ങുന്ന പച്ചക്കറികൾ, മറ്റുള്ള വസ്തുക്കൾ, അതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കണം. ചെറിയ പ്രായത്തിലെ അവരെ കൊണ്ട് പല വസ്തുക്കളുടെയും പേയ്മെന്റുകൾ നൽകാൻ അവരെ പരിശീലിപ്പിക്കണം. കടകളിൽ പറഞ്ഞയക്കണം. നമ്മുടെ വിഷയങ്ങളിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യണം. മക്കളെയും കൂടി ഉൾപ്പെടുത്തണം. അപ്പോഴാണ് അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുകയുള്ളൂ. ബ്രാൻഡ് സാധനങ്ങൾ തന്നെ വേണമെന്നൊക്കെ വാശി പിടിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് അതിൻ്റെ വിലയെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതേ ക്വാളിറ്റിയുള്ള, നല്ല മൂല്യമുള്ള, നല്ല വസ്തുക്കൾ, സെയിം സാധനങ്ങൾ വാങ്ങാൻ അവരെ പരിശീലിപ്പിക്കണം. ആ നിലക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് അവർക്ക് നമ്മൾ പഠിപ്പിക്കണം. എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ അത് നേരിടാനുള്ള ആ നിലക്ക്, എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ രോഗങ്ങൾ വന്നു, ആ സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരരുത്. അതിന് സേവിങ് സിസ്റ്റം, സമ്പത്ത് സേവ് ചെയ്യാനുള്ള ഒരു പരിശീലനം അവർക്ക് നൽകണം. അതുപോലെ മറ്റൊന്നാണ് സഹാനുഭൂതി വേണം മക്കൾക്ക്. രക്ഷിതാക്കൾക്ക് ഒരു പരാതിയുണ്ട്, മക്കള് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, നമ്മുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ മക്കൾ മനസ്സിലാക്കുന്നില്ല, നാളെ നേരിടാനുള്ള അവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള രക്ഷിതാക്കൾക്കുള്ള വലിയൊരു പരാതിയാണ്. മക്കള് രക്ഷിതാക്കളെ മനസ്സിലാക്കുന്നില്ല. കുട്ടികൾ നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ, സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിൽ, ലോകത്തെ മനസ്സിലാക്കണമെങ്കിൽ അവരാദ്യം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കുട്ടി ഫിസിക്കൽ ചേഞ്ച് ആകുമ്പോൾ അവൻ മെന്റലി, ഇമോഷണലി ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് തിരിച്ചറിയാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. അപ്പോഴേ കുട്ടികളിലേക്ക് നമ്മൾ ഇറങ്ങുള്ളൂ. കാരണം നമ്മൾ അവരെ എന്തെങ്കിലും വിഷയത്തിൽ ഇൻസൾട്ട് ആക്കുന്നു, ചീത്ത പറയുന്നു, അവർക്ക് ഇഷ്ടപ്പെടില്ല. പല കാര്യങ്ങളിലുമായിട്ട് പൊരുത്തപ്പെടാൻ കുട്ടികൾ ആ സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടും. ഈ ഫിസിക്കൽ ചേഞ്ച് ആകുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഹോർമോണുകൾ ചേഞ്ച് ഉണ്ടാകുന്നു. ചുറ്റുമായിട്ടുള്ള മനുഷ്യരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനിലൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് രക്ഷിതാക്കൾ അവരോട് പെരുമാറേണ്ടത്. അവര് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നോക്കുന്നു, പേരൻസ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മളെ മനസ്സിലാക്കുന്നുണ്ടോ, നമുക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു എന്നൊക്കെ അവർ വീക്ഷിക്കും. കുട്ടികളല്ലേ, ആ നിലയ്ക്ക് അവരോടൊപ്പം ഉണ്ടെങ്കിൽ അവരും നമ്മോടൊപ്പം ഉണ്ടാവും. മക്കൾ അവർക്ക് സമയം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടാൻ നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ അവരെ പഠിപ്പിക്കണം. ഒരു കാര്യം ശരിയാണെന്ന് തോന്നിയാൽ ആ ശരിയോട്
കൂടെ ഉറച്ചു നിൽക്കാൻ അവരെ പഠിപ്പിക്കണം. അത് ഒറ്റക്കൊള്ളെങ്കിൽ പോലും പഠിപ്പിക്കണം. അതാണ് കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുട്ടികൾ മദ്യപിക്കും, അവരെ നിർബന്ധത്തിന് വാങ്ങി ഡ്രഗ് അടിക്കും. അതുപോലെ അവരെ നിർബന്ധത്തിന് വാങ്ങി പല പ്രശ്നങ്ങളിലും ഇടപെടും, വേണ്ടത്തത് ചെയ്യും. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളോട് ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ, അത് ഒറ്റക്കാണെങ്കിലും നിൽക്കാൻ അവരെ പ്രാപ്തരാക്കണം, അതിനുവേണ്ടി പരിശീലിപ്പിക്കണം. മറ്റൊരു കാര്യം, അതുപോലെ ഏത് വിഷയങ്ങളും നേടിയെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട്, എഫേർട്ടുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാപ്പിക്കണം. ഒന്നും ലക്കിക്ക് ഭാഗ്യത്തിന് കിട്ടും എന്ന് നമ്മൾ അവരെ ആ നിലക്ക് പരിശീലിപ്പിക്കരുത്. അതിൻ്റെ പിന്നിൽ വലിയൊരു കാര്യം നേടണമെങ്കിൽ വലിയ അധ്വാനമുണ്ട്. നമുക്ക് ലോകത്ത് എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മളെയും ലോകത്ത് ഓർക്കണമെങ്കിൽ, നമ്മളും അറിയപ്പെടണം എങ്കിൽ, ഉന്നതമായൊരു ജോലി കിട്ടണമെങ്കിൽ, എല്ലാ നിലക്കും ഉയർച്ച കിട്ടണമെങ്കിൽ വല്ലാത്ത അധ്വാനിക്കണം, എഫേർട്ട് എടുക്കണം. അത് കുട്ടികളെ പറഞ്ഞ് നമ്മൾ പരിശീലിപ്പിക്കണം ചെറിയ പ്രായത്തിലെ. അല്ലാതെ എല്ലാം ഇങ്ങനെ വെറുതെ കിട്ടും എന്ന തരത്തിലേക്ക് ആവരുത്. മറ്റൊന്ന്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസ്ഥയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരണം. ഏത് പ്രശ്നങ്ങളും നേരിടാനുള്ള ഒരു പക്വതയിലേക്ക് എത്തണം. എല്ലാത്തിലും രക്ഷിതാക്കൾ, പാരന്റ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് അതിനെ സോൾവ് ചെയ്യുന്നൊരു അവസ്ഥ മാറിയിട്ട് സ്വന്തത്തിൽ ഈ ഒരു പ്രശ്നം വന്നാൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ സ്വയം നേരിടാനുള്ള പക്വതയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരണം. ആ നിലയ്ക്ക് അവരെ പരിശീലനം നമ്മൾ നൽകുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ പലതും നേടിയെടുക്കും. ജീവിതത്തിൽ അവർക്ക് തന്നെ നല്ലൊരു റൂട്ടും ഒരു ദിശാബോധവും ലഭിക്കാൻ ഇതെല്ലാം കാരണമാകും.